ഓരോ ദിവസവും കഴിയുന്തോറും അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അത്തരത്തിലൊന്നാണ് ഷഹബാസിന്റെ കൊലപാതകം. വിദ്യാർത്ഥി സംഘടനത്തിൽ സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി പിടിയിൽ. ഷഹബാസിനെ മർദ്ദിച്ച സംഘത്തിൽ ഉൾപ്പെട്ട കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് നേരത്തെ പിടിയിലായ 5 വിദ്യാർത്ഥികൾക്കൊപ്പം വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. SSLC വിദ്യാർത്ഥികളായതിനാൽ 6 പേരും ഇന്ന് ഒബ്സർവേഷൻ ഹോമിൽ പരീക്ഷ എഴുതും. കഴിഞ്ഞ 27-നുണ്ടായ സംഘർഷത്തിൽ ആദ്യം 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന് ഷഹബാസിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ വിശദ അന്വേഷണത്തിലാണ് ഒരാൾ കൂടി കസ്റ്റഡിയിലായത്. മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്കിന്റെ ആക്രമണ രീതി വിദ്യാർത്ഥി പഠിച്ചെടുത്തത് യൂട്യൂബിൽ നിന്നാണെന്നും കരാട്ടെ പരിശീലനം തേടുന്ന സഹോദരന്റേതാണ് നഞ്ചക്കെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ഈ കുട്ടിയുടെ മൊബൈൽ ഫോണിലെ സെർച്ച് ഹിസ്റ്ററിയിൽ നഞ്ചക്ക് ഉപയോഗം വ്യക്തമാക്കുന്ന വീഡിയോകളുമുണ്ട്. ഇവരുടെ പിതാവിന് സംഘർഷവുമായോ ഗൂഢാലോചനയുമായോ ബന്ധമുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. അതേസമയം മർദ്ദനത്തിനായി രൂപീകരിച്ച സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ 63 വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇതിൽ നേരിട്ട് മർദ്ദിച്ച 6 പേരുടെ പങ്കാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഗൂഢാലോചനയിലോ മർദ്ദനം ആസൂത്രണം ചെയ്തതിലോ മറ്റു കുട്ടികൾക്ക് പങ്കുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത 4 മൊബൈൽ ഫോണുകളും 1 ലാപ്ടോപ്പും പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മർദ്ദനമേറ്റ ഷഹബാസ് ബൈക്കിൽ കയറിപ്പോയ ശേഷവും വിദ്യാർത്ഥികൾ തമ്മിൽ മറ്റൊരിടത്ത് വെച്ച് സംഘട്ടനമുണ്ടായെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മർദ്ദിച്ച കുട്ടികളിൽ ചിലർ കൂടി പിടിയിലാകുന്നുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇഖ്ബാൽ പറഞ്ഞു. അക്രമത്തിൽ ചില രക്ഷിതാക്കൾക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും അവരെ കൂടി പ്രതി ചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തായാലും ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്ന സംഭവങ്ങൾ എന്നൊന്നും വ്യക്തമല്ല. കാരണം ആ രീതിക്കാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ പോക്ക്.